ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ക്യാരറ്റ് ബോണ്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെള്ളത്തിൽ ചെറിയ ജീരകം ഇട്ടിട്ട് ചൂടാക്കി കുടിക്കില്ലേ, ആ ചെറിയ ജീരകമാണ്. ഇനി കൂടെ ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു വലിയ സവാളയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടി, ആ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരല്പം കറിവേപ്പില കൂടിയാണ്, അപ്പോൾ അതും ചേർക്കാം. ഇനി ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കൂടെ തന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ്. അപ്പോൾ ഈ ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി. അപ്പോൾ ഈ കുരുമുളക് പൊടിച്ചതെല്ലാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് ഇച്ചിരി അധികം എരിവ് കാണും, അപ്പോൾ എരിവ് കുറവായിട്ട് മതിയെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ ക്യാരറ്റിനും സവാളയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ്, വീണ്ടും 1 മിനിറ്റ് മാത്രം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഒരുപാട് സമയം നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് വീണ്ടും കുക്ക് ചെയ്യുന്നതാണ്. ആ ടൈമിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല. 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്, 200 ഗ്രാമാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ തൈര് കൂടി. അധികം പുളിയില്ലാത്ത തൈര് ചേർത്താൽ മതിയാവും. ഒരുപാട് പുളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഈ സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കെല്ലാം ബാറ്റർ തയ്യാറാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ടുണ്ടാവണം. ഇതുപോലെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് നല്ലതുപോലെ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഒരു മോഡലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതിയാവും. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓരോ കുഴിയിലേക്കും വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ മാവെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ ക്യാരറ്റ് മസാല, അത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് പിടിച്ചിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ സൈഡിലൊന്നും ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എല്ലാ മസാല ബോൾസും നല്ലതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റവ ബാറ്റർ ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. അത് കറക്റ്റായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ എണ്ണ ചുറ്റിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ബോണ്ടയുടെ ഒരു സൈഡെല്ലാം നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ബോണ്ട എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ഗോൾഡൻ കളറൊക്കെ വരുന്ന വരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു കളർ മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ബോണ്ടയാണിത്.
നമ്മളിത് പുറത്തുനിന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാകുകയില്ല ഇത് എങ്ങനെയാണ് ഇത് ട്രൈ ചെയ്തതെന്ന്. കട്ട്ലറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും നല്ലതുപോലെ ഇഷ്ടമാവുന്ന ഒന്നാണ്. കൂടെ തന്നെ നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഫോളോ ചെയ്തേക്കണേ. ഒരുപാട് പേർക്ക് അറിയില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യമൊന്നും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഡെയിലി റുട്ടീൻസ് എല്ലാം ഞാനിപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.